ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സി പിയും അരുന്ധതിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. സി പി പറയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഋഷിയെ കണ്ടെത്തണം മാഡം, അതുകൊണ്ട് മന്ത്രിതലത്തിൽ അന്വേഷണം നടത്തണം. അരുന്ധതി പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ മകൻ ഒരു ആപത്തുമില്ലാതെ ജീവനോടെ തന്നെയുണ്ട്. ഇത് കേട്ട സി പി പറയാണ്, ഇത്ര ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ എന്തൊക്കെയോ ഒരു സൂചന മാഡത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ, മാഡം എന്നോട് കള്ളം പറയരുത്. അരുന്ധതി പറയാണ്, ഋഷി എന്നെ വിളിച്ചിരുന്നു, അവൻ ആരോഗ്യവാനായിട്ടിരിക്കുന്നു, അവന് യാതൊരു പ്രശ്നവുമില്ല, എവിടെയോ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് അവനുണ്ട്, പക്ഷേ ബാക്കിയൊന്നും എന്നോട് ചോദിക്കണ്ട. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥൻ പറയാണ്, എല്ലാത്തിനും കാരണം ആ കെവിനും ഇസബെല്ലയുമാണ്. സ്വന്തം മകന് ജോലി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ നീ അവരെ രണ്ടുപേരെയും എടുത്ത് തലയിൽ വെച്ചു. ഇത് കേട്ട പ്രഭാവതി പറയാണ്, ശരിയാ സിദ്ധു, ഞാൻ തെറ്റ് ചെയ്തു പോയി, അവൻ ഇത്രത്തോളം ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. പ്രഭാവതി ദേവികയോട് പറയാണ്, മോളെ, ഞാൻ ഒരുപാട് തവണ വേദനിപ്പിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും ഈ അമ്മയോട് ക്ഷമിക്കണം. ഇത് കേട്ട ദേവിക പറയാണ്, അമ്മേ, അറിയാം, അമ്മ ഇനി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട, അമ്മയുടെ വിഷമവും സങ്കടവും ഒക്കെ തന്നെ എനിക്കറിയാലോ. പ്രഭാവതി, എന്നാലും ആ കെവിനെയും ഇസബെല്ലയും എനിക്ക് ഇപ്പോൾ തന്നെ കാണണം, അവനിപ്പോൾ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലാണ്, എന്തിനെൻ്റെ നന്ദനോട് ഈ ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കണം. ഇത് കേട്ട ദേവിക പറയാണ്, അമ്മേ, സമാധാനത്തോടെ കുറച്ച് ക്ഷമിച്ചിരിക്കുക, നമ്മുടെ നന്ദുവിനെ ഇത്ര കുടുക്കിൽപ്പെടുത്തിയ എല്ലാവരെയും അടിയെണ്ണിക്കണം. ഞാനും ശാരികയും ശരിയായ പാതയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ നാടകത്തിൽ എല്ലാവരും വീഴുന്നുമുണ്ട്. അടുത്ത രംഗത്തിൽ കെവിനും എസ്തപ്പാനും ഏലിയമ്മച്ചിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. എസ്തപ്പാൻ പറയാണ്, എന്താ കെവിൻ, എല്ലാവരുടെയും ചുറ്റി നോക്കുകയാണോ, റൂമൊക്കെ പരിശോധിച്ചോ? ഇത് കേട്ട കെവിൻ പറയാണ്, അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്, ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. എസ്തപ്പാൻ പറയാണ്, വീട് കുറച്ച് കാലപ്പഴക്കമുള്ളതാണ്, പിന്നെ അറിയാലോ, ഞാനൊരു 8 കൊലപാതകം ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും വെട്ടിക്കൊന്നതാണ്, അതുകൊണ്ട് തന്നെ എസ്തപ്പാന്റെ വീട്ടിൽ കയറിയിട്ട് പരിശോധിക്കാനുള്ള ധൈര്യം ഒന്നും ഇതുവരെയും ആർക്കും ഉണ്ടായിട്ടില്ല. ഏലിയാമ്മച്ചി പറയാണ്, കഴിഞ്ഞ ദിവസം ഒരുത്തൻ ആ ഋഷിയെ അന്വേഷിച്ച് വന്നിരുന്നു, എന്നിട്ട് ഞാൻ അവനെ അടിച്ചു പഞ്ചറാക്കി വിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ല, കെവിൻ മോന് ഋഷിയെക്കുറിച്ച് അറിയാമോ? എസ്തപ്പാൻ പറയാണ്, ചെറുക്കന് പേടിപ്പിക്കല്ലേ, ചായ കുടിക്ക് കെവിനെ. അടുത്ത രംഗത്തിൽ ശാരികയും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, കെവിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിവ് ലഭിച്ചോ? അവിടെ ചെന്നിട്ട് എസ്തപ്പാൻ ചേട്ടൻ എന്തു പറഞ്ഞു? ഇത് കേട്ട ദേവിക മറുപടി പറയാണ്, കെവിൻ അവിടെ വലിയ പരിശോധനയൊക്കെ നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ശാരിക, ചേച്ചി, അവനിട്ടൊരു പണി കൊടുക്കണ്ടേ, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ? ഇത് കേട്ട ദേവിക പറയാണ്, വേണ്ട ശാരി, നീ എന്തായാലും വരണ്ട, പിന്നെ ഞാൻ പോയി അന്വേഷിച്ചോളാം. ഇത് കേട്ട ശാരിക പറയാണ്, ചേച്ചി അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കേ ഇപ്പോൾ തന്നെ ഒരു പണി കൊടുത്തേ മതിയാകും, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, അതുപോലെ ചെയ്യാം. അടുത്ത രംഗത്തിൽ നന്ദൻ, പ്രകാശനും ഋഷിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. നന്ദൻ പറയാണ്, എന്നെ വിട്ടയച്ചൂടെ, നിനക്ക് എന്താ എന്നെ കൊണ്ടുള്ള ഉദ്ദേശം? പ്രകാശ് പറയാണ്, ഞാൻ എന്തായാലും നന്ദന്റെ മുന്നിൽ കുറ്റവാളിയാണെന്ന് അറിയാം, പക്ഷേ നന്ദൻ ക്ഷമിച്ചേ മതിയാകൂ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, നന്ദൻ അത് കാണണ്ടേ. അങ്ങനെ ഋഷിയുടെ മുഖത്തെ മൂടി മാറ്റിയ ശേഷം നന്ദൻ ചോദിക്കുകയാണ്, നന്ദനോട് പറയാണ്, പേടിക്കണ്ട, ഇത് പ്രേതമൊന്നുമല്ല, ഒറിജിനൽ ഋഷി തന്നെയാ, ഋഷി മരിച്ചിട്ടില്ല. നന്ദൻ, എടാ, നീ എൻ്റെ കുടുംബത്തിനെ എന്നെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, ഈ ക്രൂരത എന്തിനാടാ ചെയ്തത്? നിന്നെ കൊന്നു എന്ന് പറഞ്ഞ് എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചെന്ന് നിനക്കറിയുമോ? ഇത് കേട്ട ഋഷി പറയാണ്, നിന്റെ അമ്മ എന്നെ കൊല്ലാൻ നോക്കിയത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് അഭിനയിച്ചതാണ് നിനക്ക് പ്രശ്നമായത്, നിന്നെ ഇനിയെ ഞാൻ കൊല്ലൂടാം, വെറുതെ വിടില്ലടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ കുടുംബത്തെ ഞാൻ നട്ടം തിരിക്കുന്നെന്ന്, അതുപോലെ തന്നെ ചെയ്തു. ഇത് കേട്ട പ്രകാശ് പറയാണ്, ഒന്ന് നിർത്ത്, ഇതേ എൻ്റെ കൊട്ടാരമാണ്, ഞാനാണ് ഇവിടുത്തെ രാജാവ്, അത് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.